എബ്രായലേഖനം 10-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ യാഗം, the superior sacrifice of Jesus Christ, that is the subject of Hebrews chapter 10. അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം അത് പാപങ്ങളെ നീക്കിക്കളയുന്നതാണ്. പഴയ നിയമത്തിന്റെ ഓൾഡ് കവണന്റിന്റെ യാഗം അത് പാപങ്ങൾ കവറപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ പാപങ്ങളെ നീക്കുന്ന യേശുവിന്റെ യാഗം യേശുവിന്റെ യാഗം മാത്രമാണ് എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് നാം ചിന്തിക്കുവാൻ തക്കൊന്നിടയായി തീർന്നത്. പിന്നീട് അതിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ യാഗം എന്നേക്കുള്ള വീണ്ടെടുപ്പ് വരുത്തിയതുകൊണ്ട് അതിനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ വീണ്ടും ആവർത്തിക്കേണ്ടതായ ആവശ്യമില്ല. പഴയ നിയമ പുരോഹിതന്മാർ പഴയ കവണന്റിന്റെ വെളിച്ചത്തിൽ എപ്പോഴും നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ തികച്ച് ദൈവസന്നിധിയിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, താൻ ശുശ്രൂഷ തികച്ചിരിക്കുന്നു. ഇനിയും ഒരു പാപത്തിന്റെയും പരിഹാരമായി ഒരു യാഗത്തിന്റെയും ആവശ്യമായിരിക്കുന്നില്ല. ഇന്നലെ പിതാവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് നാം പ്രാപിക്കണം. പലപ്പോഴും അനേക ആളുകൾ അവർ ദൈവമക്കളാണോ എന്നുള്ള സംശയമാണ് പിന്നെ കിടക്കുന്നത്. ഇന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവമക്കളായി ഒരിക്കൽ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചവര് പിന്നീട് അവരെ കൈവെക്കേണ്ട ആവശ്യമില്ല. മനസ്സാന്തരപ്പെടാനും ജീവിതത്തിൽ രൂപാന്തരം വരണം. എന്നാണ് നാം ദൈവമക്കളാണ്. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അത് ധൈര്യമായി പറയുവാനായിട്ട് കഴിയുള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലന്മാരും ഒക്കെ ലേഖനം എഴുതിയത് നാം വായിക്കുമ്പോൾ മിക്ക ലേഖനങ്ങളുടെയും തലക്കെട്ടിൽ വായിക്കുന്നത് വിശുദ്ധന്മാരെന്ന, കൊരിന്തിലുള്ള വിശുദ്ധന്മാർ, ഗലാത്യയുള്ള വിശുദ്ധന്മാർ. ഇന്ന് ചിലരൊക്കെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് കുറച്ചാള് കഴിഞ്ഞ് പിന്നെ തെളിവൊക്കെ എടുത്ത് ആള് വിശുദ്ധനാണ് എന്നുള്ളതിന് സമയമുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ വിശ്വസിക്കുന്നവരെ വിശുദ്ധരാക്കി തീർത്തിരിക്കുന്നു. നാം വിശുദ്ധന്മാരാണ്. നമ്മുടെ നന്മ കൊണ്ടൊന്നുമല്ല, നാം വിശുദ്ധരായി വളരെ കെയർഫുള്ളായി ജീവിക്കുന്നത് കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ യാഗം മൂലം നാം വിശുദ്ധരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഒരു യാഗം ആവശ്യമായിരിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയമാണ് എബ്രായർ 10-19 മുതൽ 39 വരെയുള്ള വാക്യം. മൂന്നാമത്തെ വിഷയം യേശുക്രിസ്തുവിന്റെ ആ പരമയാഗ നിമിത്തമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്റ്റ് സാക്രിഫൈസ് ഓപ്പൺസ് ദ വേ ടു ഗോഡ്. ദൈവത്തെങ്കിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വരുന്ന, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്ത് ചെല്ലുവാൻ അവകാശമില്ല. അവിടെ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ വളരെ നിഷ്കർഷയായി മോശയോട് പറഞ്ഞു, ആരും പർവ്വതത്തിന്റെ അടുത്ത് വരരുതെന്ന് നീ കൽപ്പിക്കണം. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവത്തിന്റെ സാന്നിധ്യം അത്രമാത്രം വിശുദ്ധവും അത്രമാത്രം ഭയാനകവുമാകയാൽ അടുത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല. പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൽ അതിന്റെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവം എഴുന്നള്ളി വരുന്നത്. ഷെഖൈന, ദൈവ മഹത്വം ആ കെരൂബുകളുടെ മധ്യ ഇറങ്ങി വരുന്നു. അവിടെ മഹാപുരോഹിതന് ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം, ലേവ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു, ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം ഒരു വർഷത്തെ പാപം മോചിക്കുന്ന ദിവസമാണ് മഹാപാപരിഹാര ദിവസം. അന്ന് മാത്രമേ ചെല്ലുവാനുള്ള അവകാശമുള്ളൂ. എന്നാൽ ഇവിടെ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന എന്താണ്? നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ച ആ പോർഷൻ എഴുതിയിരിക്കുന്ന എന്താണ്? അതുകൊണ്ട് കൃപ പ്രാപിക്കുവാനും കരുണ ലഭിക്കുവാനും സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി
ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. നമുക്ക് വേണ്ടി യേശുക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട്, നമുക്ക് വേണ്ടി ദേവാലയമാകുന്ന ആ സ്വർഗീയ ദേവാലയത്തിൽ യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിൽക്കുന്നതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ അവകാശത്തെ കുറിച്ചാണ് ഇവിടെ ഈ 19 വാക്യങ്ങൾ വായിക്കുന്നത്. അടുത്ത് ചെല്ലേണ്ടതിനെ കുറിച്ചാണ് വായിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് വേറെ ആർക്കും ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം അതിപരിശുദ്ധ സ്ഥലവും സാധാരണ പുരോഹിതന്മാരും സാധാരണ ജനങ്ങളും നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു വലിയ വെയിലുണ്ട്, വലിയൊരു തിരശ്ശീലയുണ്ട്. മുമ്പേ നാം പഠിച്ച ഭാഗത്ത് വായിച്ചുവല്ലോ, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യനെയും വിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ആ വേർപാട് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ പരമയാഗത്താൽ നീക്കപ്പെട്ടിരിക്കുന്നു. ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. മേളിൽ നിന്ന് അത് കീറിക്കളഞ്ഞത് പിതാവായ ദൈവം തന്നെയാണ്. സ്വർഗത്തിന്റെ പ്ലാൻ തന്നെയാണ് മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. ഇതൊരു പുതിയ വഴിയാണ്, ന്യൂ വേ ആണ്. ഈ വഴിയുടെ പേര് ജീവനുള്ള പുതുവഴി എന്നാണ്. ഈ വഴി പഴയ നിയമത്തിന്റെ ഭാഗമല്ല. പഴയ നിയമം ഓൾഡ് കവണന്റ് അത് ജീർണിക്കുന്നതാണ്, പഴയതാകുന്നതാണ്. എന്നാൽ ഇത് ജീവനുള്ള പുതുവഴി ആര് മൂലമാണ്? യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. 19 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള യോഗ്യത എന്താണ്? മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പരമയാഗമായി തീർന്ന ശുശ്രൂഷ. The finished work of Jesus Christ. That is the basic to enter into the holy presence. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ളതായ അത് മാത്രമാണ്. ലേവ്യ പുസ്തകം 16 അധ്യായം ഞാൻ പറഞ്ഞല്ലോ. അവിടെ വായിക്കുമ്പോൾ എന്താണ്? ആദ്യം മഹാപുരോഹിതൻ തന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കണം. തന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ ദൈവസഭയിൽ ചെല്ലുമ്പോൾ അവിടെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്റെ പാപത്തിന് യാഗം അർപ്പിച്ചതിന് ശേഷമായി ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ പാപങ്ങളെ ഒരു വാടിന്റെ മേൽ ചുമത്തിയിട്ട് അതിന്റെ യാഗവുമായിട്ടാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ ഇവിടെ നാം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നത്, ദൈവസഭയിലേക്ക് ചെല്ലുന്നത് ഏതെങ്കിലും ഒരു ആനിമലിന്റെ ബ്ലഡ് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രക്തം കൊണ്ടല്ല. ഇവിടെ വായിക്കുന്നത് എന്താണ്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ചാട്ട് 19 വാക്യം. സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നാം ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു. പഴയ പുരോഹിതന്മാര് കടന്നു ചെല്ലുന്നത് കാളുകളുടെയോ ആടുകളുടെയോ രക്തത്താലാണ്. എന്നാൽ നാം കടന്നു ചെല്ലുന്നത് രക്തത്താലാണ്. പക്ഷെ ഏത് രക്തത്താലാണ്? തന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. യേശുവിന്റെ രക്തമാണ് നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുള്ളത്, എന്തെങ്കിലും പോഴുവാനുള്ളത്. തന്റെ രക്തത്താൽ വായിച്ചാട്ടെ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. 3 കാര്യങ്ങൾ ഇനി താഴോട്ടുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. നാം അതൊന്ന് ചിന്തിക്കുകയാണ്. 3-fold invitation. 1, draw near to me, എന്നോട് അടുത്ത് വരിക, പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് വരിക. 23 വായിച്ചാട്ടെ. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. Let us hold fast. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്തത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. 25 വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. Let us draw near, let us hold fast,
let us consider one another. ഇതാ ഈ മൂന്ന് പ്രത്യേകമായ ഇൻവിറ്റേഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പുതിയ വഴി നമുക്ക് വേണ്ടി ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ചിന്തി. ഇവിടെ നാം വായിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ നാം ഇരുത്തി വായിച്ചാൽ നമുക്ക് ധൈര്യമുണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ, കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനായി. അതിന്റെ അഷ്വറൻസിന്റെ കാരണം എന്താണ്? അതിന്റെ ബോൾഡ്നെസിന്റെ കാരണം എന്താണ്? ഇവിടെ പറയുകയാണ് നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. തന്നെയുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, ധൈര്യമായി കടന്നു ചെല്ലുക. പഴയ പുരോഹിതന്മാരെ കടന്നു ചെല്ലുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ആണ്ടിലൊരിക്കൽ മാത്രമാണ്. അവരവിടെ ചെന്നു ശുശ്രൂഷ ചെയ്തു മടങ്ങിപ്പോയിരുന്നു. എന്നാൽ ഒരു ദൈവവേദലാകുന്ന നമുക്ക്, പുതിയ വിശുദ്ധന്മാരാകുന്ന നമുക്ക്, യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ദ്വല്ല് ചെയ്യുവാൻ, പാർക്കുവാനുള്ള അവകാശമാണ് ലഭിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും, ഏത് സമയം, ജീവിതത്തിന്റെ ഏത് ദിവസങ്ങളിലും, ഏത് പകൽക്കാലവും, ഏത് രാത്രികാലവും ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? യേശുക്രിസ്തുവിന്റെ പരമയാഗത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ദൈവം നമുക്ക് അവകാശവും പദവിയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ 3 ഇൻവിറ്റേഷൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് നാം അടുത്ത് ചെല്ലുക, ലെറ്റ് us draw near. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നതിന് പ്രിപ്പറേഷൻ വേണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അടുത്ത് ചെല്ലുമ്പോൾ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം വേണം, പരമാർത്ഥ ഹൃദയത്തോട് വേണം, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായിരിക്കണം, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായിരിക്കണം. ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരു ദൈവവൈതൽ, ഒരു വിശുദ്ധൻ വളരെ ക്രമീകരണങ്ങളോട് വേണം ആരാധനയ്ക്ക് വരുവാൻ. ഇവിടെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നും കുളിച്ചിട്ട് ആരാധനയ്ക്ക് വരാമോ എന്നുള്ള അർത്ഥമല്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ആരാധനയ്ക്ക് വരുന്നത് എപ്പോഴും ഡീസന്റ് ആയിട്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി ലക്ഷറിയായി നമ്മുടെ മോഡിയും ഡ്രസ്സും കാണിക്കാൻ വേണ്ടി ആകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേട്ടു, സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ ലേറ്റ് ആകുന്നുണ്ട്. ആരാന്നൊന്നും എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കരുത്. അപ്പോൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് എന്താണ് ലേറ്റ് ആകുന്നതിന്റെ കാരണം? ഇപ്പൊ ഒരു കുഞ്ഞേരി ഞങ്ങളുടെ മമ്മി സാരി ഉടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. ടീച്ചർ എഴുതി കൊടുത്തു, കുഞ്ഞിനോട് പറഞ്ഞു അടുത്ത ആഴ്ച പോലെ എന്റെ മമ്മിയോട് പറയണം ശനിയാഴ്ച രാത്രിയിലെ സാരി അങ്ങ് കൊടുക്കാൻ, സാരി കൊടുത്തോണ്ട് കിടന്ന് ഉറങ്ങണം, രാവിലെ നേരിട്ട് വരാമല്ലോ. അങ്ങനെയുള്ള ഒരുക്കമല്ല ആഗ്രഹിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന വെള്ളത്താൽ ദൈവവചനം വായിച്ച് ക്രമീകരണം പ്രാപിച്ച് ഒരുക്കമുള്ള ഹൃദയത്തോടെ ആരാധനയ്ക്ക് വരുവാൻ ഇടയാകണം. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലിയുമായിട്ട് വളരെ ഈ പട്ടണത്തിൽ തന്നെ അവരോട് PhDക്ക് പഠിക്കുമ്പോൾ വളരെ അടുപ്പമുള്ളവരായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ആന്റി എന്നോട് പറഞ്ഞു, തമ്പി ഞങ്ങള് ഞായറാഴ്ച രാവിലെ എല്ലാം കഴിച്ചിട്ട് യോഗത്തിന് പോകുള്ളൂ. ഞാൻ ചോദിച്ചു എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, വയറ്റിലൊന്നും ഇല്ലെങ്കിൽ ആരുടെയും വർത്താനം പറയുമ്പോൾ പ്ലസന്റ് ആയിരിക്കത്തില്ല, അതിനുവേണ്ടി എന്തെങ്കിലും അല്പം കഴിച്ചാൽ പോകുന്നു പറഞ്ഞു. എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാൻ വിഷമമുള്ളവരുണ്ടെങ്കിൽ കഴിക്കാതെ വരിക. എന്നാൽ നമ്മൾ ഡീസന്റ് ആയിരിക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ യോഗ്യമായ രീതിയിലായിരിക്കണം. ഒരു ദൈവവേദൻ ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധനയ്ക്ക് വരികയാണ് എന്നുള്ള തോന്നത്തക്ക രീതിയിൽ വേണം വരാനായി. ആ രീതിയിൽ വേണം ദൈവസന്നിധിയിൽ വരാനായിട്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇസ്രായേലിൽ ചെന്നപ്പോൾ യെരുശലേമില് ഒരു പള്ളിയില് ഒരു ഭയങ്കര ബഹളമൊക്കെ കേട്ടു. വേറെ പല ഭാഷക്കാര് അവകാശം പറഞ്ഞിരിക്കുന്ന പള്ളിയുണ്ട്. അപ്പൊ അന്വേഷിച്ചപ്പോൾ അവിടെ അധികം ഇറക്കമില്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ അവിടെ പള്ളി കാണാമെന്നൊന്നും പറഞ്ഞു. ആ മനുഷ്യനങ്ങ് അതിന് ചുമതലക്കാരായ അച്ഛന്മാർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇതെന്താ ബീച്ചിൽ പോകുന്ന പോലാണോ ആരാധിക്കാൻ വരുന്നത്, ദൈവത്തെ കാണാൻ വരുന്നത്, പള്ളിയിൽ വരുന്നത്? അപ്പൊ എനിക്ക് ചിന്ത വന്നത്, ഇവർക്ക് ആത്മീയ ഹൃദയത്തിലൊന്നുമില്ലെങ്കിൽ ഈ പുറമേ ഉള്ള കാര്യങ്ങൾക്ക് അത്രമാത്രം ചിന്തയുണ്ടല്ലോ എന്ന് മനസ്സിലായി. എന്നാൽ അമേരിക്കക്കാരായ ആൾക്കാർക്ക് അതൊന്നും ഒരു വലിയ വിഷയമല്ലല്ലോ. എന്നാൽ നാം വളരെ ഡീസന്റ് ആയിരിക്കണം, യോഗ്യമായ രീതിയിലായിരിക്കണം. ഞാൻ കഴിഞ്ഞ
ഇതിനിടയ്ക്ക് അമേരിക്കയിൽ തന്നെ ഒരു ചർച്ച ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പ്രായമുള്ള സഹോദരിമാരെല്ലാം വെളുത്ത സാരി ഉടുത്തോണ്ട് വരണമെന്ന്. ഒരു സൺഡേ അവർ വെളുത്ത ഉടുത്തോണ്ട് വന്നിരിക്കുന്നത് കണ്ടിട്ട് വളരെ മനോഹരമായിരുന്നു. നിങ്ങളെല്ലാവരും വെളുത്ത ഇട്ടുകൊണ്ട് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ സാരി ഉടുക്കാൻ ഉപയോഗിക്കുന്ന സമയമെങ്കിലും വേദോസ്തം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചെലവഴിച്ചിട്ട് ഡീസന്റ് ആയിട്ട് സാരി ഉടുത്തോണ്ട് വരിക, ഡ്രസ് ഇട്ടുകൊണ്ട് വരിക, അതാണ് യോഗ്യമായത്. അപ്പൊ ഞാൻ വെള്ളത്തെ കുറിച്ച് പറഞ്ഞ എത്ര നിർത്തട്ടെ. എന്നാൽ നമ്മുടെ ഇതെല്ലാം വായിച്ചു തരുമ്പോൾ നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്, ഒരു ഒരുക്കം ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. വേദോസ്തവം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അടുത്ത സമയത്ത് ഗുഡ് ന്യൂസിലുള്ള, നിങ്ങൾ എല്ലാവരും വായിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ഒരു സമർപ്പണം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എല്ലാ പ്രാവശ്യവും സാജു എഴുതാറുണ്ട്. അടുത്ത സമയത്ത് ജനുവരി മാസത്തിൽ എഴുതിയതായ ആ സമർപ്പണം എന്ന് പറയുന്നത് അത് സഭാപ്രസംഗിയിലെ വാക്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. സഭാപ്രസംഗി 5:1 മുതൽ 3 വരെ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക, മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നത് നല്ലത്, പരിജ്ഞാനമില്ലായികയല്ലോ അവർ ദോഷം ചെയ്യുന്നത്. ഞാൻ അതും വായിച്ചു. ഇന്നത്തെ പഠനഭാഗം കൂടെ ചിന്തിച്ചപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. മൂഢന്റെ യാഗം എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശലോമോൻ എല്ലാം ലോകത്തിലെ കാര്യങ്ങളെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇതെല്ലാം മായയാണെന്ന് പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് പറയുക, ഈ ലോകത്തിലേക്ക് പോയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷെ 5-ാം അധ്യായം പറയുമ്പോൾ പറയുകയാണ് ലോകത്തിലേക്ക് പോകുന്നതിന്, ലൗകിക കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെ വേണമെങ്കിലും ചെല്ലാം, എന്നാൽ ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് ഒരു ഒരുക്കം ആവശ്യമാണ്. നീ സൂക്ഷിച്ചു വേണം പോകുവാനായി, കരുതലോട് വേണം പോകുവാനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാൽ സൂക്ഷിക്കുക, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക, മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നത് നല്ലത്. ദൈവശബ്ദം കേട്ടിട്ട് അതിന് കീഴ്പ്പെട്ടിട്ട് ജീവിതത്തെ സൂക്ഷിച്ചു വേണം യാഗം അർപ്പിക്കാൻ എന്നാണ് അദ്ദേഹം പറയുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നടപ്പ്, കാൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളെ കുറിച്ചാണ്, നടപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ അത് വായിക്കാൻ നല്ലതാണ്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ വായിക്കാം. അതിവിശുദ്ധ പാപമുള്ളവൻ അത്യുച്ചത്തിൽ പാട്ട് പാടിയാലും അലറിക്കൂവി സ്തോത്രം പറഞ്ഞാലും ദൈവം പ്രസാദിക്കുകയില്ല. അശുദ്ധിയുടെ പാതയിലൂടെ നടന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാമെന്ന് ചിന്തിക്കുന്നവൻ എത്ര വിഡ്ഢിയാണ്. ദൈവത്തെ സഹായിക്കാൻ എന്നവണ്ണം അവർ വലിയ തുക സ്തോത്രകാഴ്ച ഇട്ടെന്ന് വരും. കള്ള കച്ചവടം നടത്തിയോ കൈക്കൂലി വാങ്ങിയോ ഉണ്ടാക്കിയ പണം മുടക്കി ആണ്ടിലൊരിക്കൽ വീട്ടുമുറ്റത്ത് നേർച്ച എന്ന പോലെ കൺവെൻഷൻ നടത്തുന്നത് ദൈവത്തിന് പ്രസാദകരമാകുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 6 ദിവസം സ്വന്തം വഴിയിൽ നടന്നിട്ട് 7-ാം ദിവസം ദൈവാലയത്തിലേക്ക് പോകും. എന്തു വന്നാലും ഞാൻ സഭായോഗം മുടക്കില്ല ബ്രദർ എന്ന് വിളക്കുകയും ചെയ്യും. ഓർക്കുക, 6 ദിവസത്തെ നടപ്പാണ് 7-ാം ദിവസത്തെ ആരാധനയേക്കാൾ ദൈവദൃഷ്ടിയിൽ പ്രധാനം. നാം ജീവിതത്തെ വളരെ സൂക്ഷിച്ചു വേണം ആരാധിക്കുവാനായി, വളരെ കരുതലോട് വേണം ആരാധിക്കുവാനായി. നാം ഇവിടെ ആദ്യം ചിന്തിച്ചുവല്ലോ, നാം ദൈവമക്കളായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം വിശുദ്ധരാണ്, നാം ദൈവമക്കളാണ്. അത് ശരിയാണ്. എന്നാൽ തന്നെയും പത്രോസിനോട് കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് ഇനിയും വീണ്ടും കുളിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവന്റെ പാദങ്ങൾ കഴുകേണ്ടത് ആവശ്യമാണ്. ഞാൻ നിന്നെ കഴിയല്ലാതെ നിനക്ക് എന്നോടുകൂടി അവകാശമില്ല എന്ന് പറഞ്ഞു. എന്നും ദൈവസന്നിധിയിൽ അടുത്ത് എന്ന് ജീവിതത്തെ ക്രമീകരിച്ച് ജീവിതത്തിന് വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ അടുക്കുവാനുള്ളതായ അവകാശമില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നാം പുറമേ പറയുന്ന, കാണിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങളെക്കാൾ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ഇന്ന് നാം എല്ലാ സൺഡേയിലും ആരാധനയ്ക്കായി കടന്നു വരുന്നു. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്, നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങൾ, പാകപ്പെടലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്രമീകരണം വരുത്തേണ്ടത് ആവശ്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ കടന്നു ചെന്നിട്ടില്ല എങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കേൾക്കണം, അടുത്ത് എന്ന് കേൾക്കണം. ധൃതി വെച്ച് യാഗം അർപ്പിച്ചുകൊണ്ടൊന്നും ആകുന്നില്ല. ദൈവം എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, ദൈവത്തിന്റെ ആലോചന എന്താണ്, ദൈവത്തിന്റെ വചനം എന്താണ്, അത് അറിഞ്ഞിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാനായി. അതനുസരിച്ച് വേണം ദൈവത്തെ ആരാധിക്കുവാനായി. കർത്താവ് തന്നെ പറഞ്ഞു,
കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ. ആ അധ്യായം നാം വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ സഹോദരനോട് കോപിച്ചാൽ നീ പാപം ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, നീ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ വഴിപാട് ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് നിനക്കാരോടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നല്ല, നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നീ അവിടെ നിന്റെ വഴിപാട് വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരക്കണം, പിന്നെ വന്ന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, ദൈവത്തിന് വലിയ വഴിപാടൊന്നുമല്ല ആഗ്രഹം, ദൈവത്തിന് വലിയ യാഗവസ്തു ഒന്നുമല്ല ആവശ്യം, നമ്മളെയാണ് ആവശ്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ആ പാട്ട് നമ്മൾ ആദ്യം ഇവിടെ പാടിയല്ലോ, കാഴ്ച വെക്കുന്ന എന്നെ നിൻ പാദത്തിൽ. നമ്മളെ തന്നെ കാഴ്ച വെക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ സാക്ഷ്യമോ നമ്മുടെ പ്രസംഗമോ അല്ലെങ്കിൽ നാം കൊടുക്കുന്ന ഭൗതിക നന്മ ഇതെല്ലാം ആവശ്യമാണ്. ഉപരിയായി നിന്നെയുമാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് നമ്മെ മുഴുവനായി ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുവാൻ ഇടയാകണം. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ആവശ്യം. ആ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ ആത്മാവിനാൽ തളിക്കപ്പെട്ടവരായി, യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ വചനത്താൽ തളിക്കപ്പെട്ടവരായി, ഹൃദയത്തിന്റെ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് വിശ്വാസത്തോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തില്ലുവാൻ ഇടയാകണം. അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ അടുത്തില്ലേണം എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ആരാധന താഴോട്ട് വരയ്ക്കുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ താഴോട്ട് ആ ഭാഗം വായിച്ചാട്ടെ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. നിങ്ങളുടെ സഭ ചിലർ ചെയ്യുന്ന പോലെ പ്രായ ക്രിസ്ത്യാനികൾ കുറെ കാലങ്ങൾ കഴിഞ്ഞതോടുകൂടി ആരാധനയ്ക്ക് വരുന്നതിനും അവർക്ക് മടിയുണ്ടായി, ആരാധനയ്ക്ക് വരാന് ഉള്ളതായ മനസ്സുകൾ അവർക്കുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പറയുന്നത്, ചിലർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, അത് ദൈവത്തിന്റെ വചനമാണ്. സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന യോഗങ്ങളെല്ലാം സഭായോഗങ്ങളാണ്. ഞായറാഴ്ച മാത്രമേ സഭായോഗം ഉള്ളൂ എന്ന് നാം ചിന്തിക്കരുത്. പലർക്കും ഞായറാഴ്ച മാത്രമേ ചർച്ചിന്റെ യോഗമായിട്ട് ചിന്തിക്കാറുള്ളൂ. എന്നാൽ ദൈവമക്കൾക്ക് അവസരം കിട്ടുന്ന പോലെ ജോലിയും അതുപോലെ സമയം ഇല്ലാത്ത അവസ്ഥയുണ്ട്. എന്നാൽ നമുക്ക് സമയം കിട്ടിയാലും ഇടദിവസം ഒന്നും എനിക്കുള്ളതല്ല ഇടദിവസത്തെ മീറ്റിംഗ്, ഞായറാഴ്ച മാത്രമേ എനിക്കുള്ളൂ എന്ന് ചിന്തിച്ചാൽ ബിബ്ലിക്കലായി നിങ്ങൾ റോങ് ആണ്, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. ആരാധനയ്ക്ക് വരുവാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആരാധനയ്ക്ക് വരണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഉണർവ് പ്രസംഗനുണ്ടോ രോഗശാന്തിക്കാരനുണ്ടോ എന്നുള്ളതല്ല, അവിടെ കർത്താവ് ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ സന്നിധിയിൽ വരേണ്ടത് ആവശ്യമാണ്. വെയിൽസിൽ വലിയ ഉണർവിനെ ദൈവം അയച്ച സമയത്ത് ദൈവം ഉപയോഗിച്ച ഒരു സാധാരണക്കാരനായ ഒരു കൽക്കരി ഖനി ജോലിക്കാരനായിരുന്നു ഇവാൻ റോബർട്ട്സ്. അവരോട് ദൈവത്തിന്റെ സന്ദേശമുണ്ട്, ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അപ്പൊ ഇവാൻ റോബർട്ട്സിന്റെ മനസ്സിലെ ചിന്ത, ഏത് യോഗത്തിലായിരിക്കും ദൈവം അനുഗ്രഹങ്ങളെ പകരാൻ പോകുന്നത്, ദൈവം ഉണർവിനെ അയക്കാൻ പോകുന്നത്? ആ യോഗത്തിന് ഞാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടമായി തീരുമല്ലോ. അതുകൊണ്ട് എത്ര ശാരീരിക ക്ലേശമുള്ളവനാണെങ്കിലും എത്ര ബന്ധപ്പാടുള്ളവനാണെങ്കിലും അവൻ എല്ലാ യോഗത്തിനും കടന്നു ചെല്ലുമായിരുന്നു. ആ ഇവാൻ റോബർട്ട്സിനെയാണ് ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇനി നാം ഒന്നുകൂടെ ചിന്തിക്കുന്നുണ്ട്. നാം എന്തിനു വേണ്ടിയാണ് അടുത്ത് ചെല്ലേണ്ടത്? ഒന്നുകൂടെ വായിച്ചാട്ട് വാക്യം. ചില ചെയ്തതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ സഭായോഗത്തിന് ചെല്ലുന്നത് എന്തിനാണ്? എനിക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ, അല്ലെ? അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ എഴുതിയിട്ടില്ല. എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എനിക്ക് വിടുതൽ പ്രാപിക്കണം എന്നുള്ളതല്ല. അവിടെ വരുന്നവർക്ക് ആത്മീയവർത്തനം വരണം. ആ സ്നേഹത്തിന് സൽപ്രവർത്തികൾക്ക് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അല്ല ദൈവസഭയിൽ നമ്മൾ വരുന്നത്. ദൈവസഭയിൽ വരുന്നത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കാൻ വേണ്ടിയാണ്. സെൽഫിഷ് ആയിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരാഗ്രഹവും ആരാധനയ്ക്ക് വരുന്ന ഒരു ദൈവവേദനയില്ല.
തന്റെ കാര്യം നടക്കണം, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, തനിക്കൊരു പേര് കിട്ടണം, തനിക്കൊരു ക്രെഡിറ്റ് കിട്ടണം, ഇതൊന്നും അവിടെ വിഷയമായിരിക്കുന്നില്ല. ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുന്നത് തമ്മിൽ സ്നേഹം വർദ്ധിക്കണം, ആത്മീയ വർധന വരുത്തണം, ഇതിനു വേണ്ടി അടുത്ത് വരിക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നാം ഉത്സാഹമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. ആരോ ഒരാള്, ഇത് അമേരിക്കക്കാരെ കുറിച്ചാണ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദ ഗ്രേറ്റ് ടാസ്ക് ഓഫ് ദ ചർച്ച് ഈസ് നോട്ട് ഓൺലി ടു ഗെറ്റ് സിന്നേഴ്സ് ഇൻടു ഹെവൻ. പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് മാത്രമല്ല ചർച്ചിന്റെ കഠിനമായ ജോലി എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. ബട്ട് ടു ഗെറ്റ് സെയിൻസ് ഔട്ട് ഓഫ് ദ ബെഡ്. വിശുദ്ധന്മാരെ കിടക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ് വലിയ വിഷമം. ഉറങ്ങാനുള്ള സമയം, റെസ്റ്റ് എടുക്കാനുള്ള സമയം ആളുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ് സഭയ്ക്കുള്ള വലിയ പ്രയാസം എന്നാണ് ഒരാൾ ഇന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളെ കുറിച്ച് അത് സത്യമല്ലാതെ ഇരിക്കട്ടെ. വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ 1-ാം നൂറ്റാണ്ടിലെ സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്നത് കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി. അവർ ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, ഒരുമിച്ച് കൂടുവാൻ, അതിൽ അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറഗുലാരിറ്റി ഒന്നും ശരിയാകത്തില്ല. ഒരാൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്റെ കയ്യിലുള്ള വാച്ച് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ടിക് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? വല്ലപ്പോഴും ഇത് മുന്നോട്ട് നീങ്ങി സൂചി മാറിയാൽ മതിയോ? ഞാൻ വല്ലപ്പോഴും ഒക്കെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, വല്ലപ്പോഴും യോഗത്തിന് പോകുന്നുണ്ട്, അത് ശരിയാക്കി സ്റ്റേ ചെയ്തതല്ല. കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി, തുടർച്ചയായി ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ മനുഷ്യൻ കൂടുന്ന സിനഗോഗുകളൊന്നും ചെല്ലേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനൊരു പതിവായിരുന്നു, ഒരു പ്രാക്ടീസ് ആയിരുന്നു. അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാര്, അവിടെയുള്ള ശാസ്ത്രിമാര്, ദൈവനെ അറിയാത്തവരും അന്ധന്മാരും, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദേവാലയത്തിലൊക്കെ വെള്ളം തേച്ച ശവക്കല്ലറകളാണ്. പക്ഷെ അവിടെ പോലും ദൈവത്തെ ആരാധിക്കുന്ന പ്രാക്ടീസ് ദൈവത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആരാധനയുടെ കാര്യത്തിൽ ഒട്ടും നാം മടി കാണിക്കേണ്ടതായ ആവശ്യമില്ല. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. ആരോ ഒരാൾ ഇങ്ങനെ എഴുതി, അവർ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് കോൾ സൺഡേ ഹോളി ശബത്ത്. ഹോളി ശബത്ത് എന്നാണ് പഴയ ആളുകളൊക്കെ വിളിച്ചിരുന്നത്. നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ വിളിച്ചിരുന്നത് ലോർഡ്സ് ഡേ എന്നാണ്, കർത്താവിന്റെ ദിവസം എന്നായിരുന്നു. നമ്മുടെ അപ്പന്മാരൊക്കെ വിളിച്ചിരുന്നത് സൺഡേ എന്നായിരുന്നു. എന്നാൽ നമ്മുടെ കാലം വന്നപ്പോൾ ഞായറാഴ്ച വിളിക്കുന്നത് വീക്കെൻഡ് എന്നാണ്. ഇതിന് വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തെ ആരാധിക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വലിയ പ്രിവിലേജ് ആ ദൈവമക്കളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ ജീവിച്ചിരുന്ന പോലെ അവർ ആചരിച്ചിരുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു. നമ്മുടെ ജോലി സ്ഥലത്ത് എന്നാലും നമ്മൾ അശുദ്ധരാകുമായിരുന്നു. അശുദ്ധനെ തൊട്ടാൽ അശുദ്ധന, അശുദ്ധൻ ഇരുന്നിടത്തിരുന്നാൽ അശുദ്ധന. പിന്നെ ആർക്കാ ഇസ്രായേലിന്റെ പ്രമാണം അനുസരിച്ച് വിശുദ്ധനായി ജീവിക്കാനായിട്ട് കഴിയുന്നത്? അവരിതെല്ലാം കാത്ത്, ഇതെല്ലാം സൂക്ഷിച്ച്, യാഗങ്ങൾ അർപ്പിച്ച്, ചെയ്യേണ്ടതൊക്കെ ചെയ്താലും ഇങ്ങോട്ട് അടുത്ത് വരരുത്, ദൂരെ മാറി എന്ന് ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ജാതികളായിരുന്ന, ഒരവകാശവും പറയാനില്ലായിരുന്ന, എപ്പോഴും ദൈവസന്നിധിയിൽ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള നമ്മോട് അടുത്തു വരിക എന്ന് പറഞ്ഞ് അവന്റെ രക്തം നമുക്ക് വേണ്ടി തന്ന് ആ ശരീരം നാം ചിന്തിച്ചതാണ്. അവൻ വന്ന് ഹരണയാകവും പാപയാകവും ഇച്ഛിച്ചില്ല, ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. പിതാവിന്റെ ഹിതം പൂർണ്ണമായി നിവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്ര നിമിത്തം ദേഹമെന്ന തിരശീല കീറി നമുക്ക് വേണ്ടി പുതുവഴി സൃഷ്ടിച്ചിരിക്കുമ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ അതൊരു അവകാശമാണ്, ഒരു പദവിയാണ്. അതുകൊണ്ട് നാം നന്നായി അത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലകാലവും ദൈവത്തെ ആരാധിക്കാൻ നാം കടന്നു വന്നിരിക്കുന്നു. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതം എന്താണ്, നാം എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചിന്തിച്ചു എന്നറിയത്തില്ലായിരിക്കാം. എന്നാൽ യോഹന്നാൻ അവനെ ദർശിച്ച അത്യജാലൊക്കെ കാണുന്നവനായിട്ടാണ്. ലോകത്തിലെ മെഷീൻസിന് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് കാണാം. MRIക്ക് ദർശിക്കാൻ കഴിയാത്തത് കർത്താവിന്റെ അത്യജാലക്ക് കാണാം. എക്സ്റേക്ക് കാണാൻ കഴിയാത്തത് കർത്താവിന് കാണാം. വീട്ടിലിരുന്ന് ചിന്തിച്ചത്, ജോലിയിൽ ചിന്തിച്ചത്, പറഞ്ഞത് എല്ലാം കർത്താവിന് അറിയാം. വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമുക്കൊരു വിശദീകരണം ആവശ്യമില്ലേ? നമുക്ക് ഏറ്റു പറയാം,